ചക്കപ്പഴത്തിൻ്റെയും ചക്കയുടെയൊക്കെ സീസണായി തുടങ്ങി. അന്നേരം ഓർത്തത് കഴിഞ്ഞ തവണ ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ചക്കപ്പഴത്തിൻ്റെ കാര്യം. കൊതി വരുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നതാ. എടുത്ത് നോക്കിയപ്പോൾ എന്താ ഇത് കണ്ടോ, ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷായിട്ടിരിക്കുന്നു. എന്നാൽ പിന്നെ ഇപ്പം തന്നെ അങ്ങോട്ട് ചക്കയുടെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. വേഗം മിക്സിക്കകത്തോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. ഇത് കണ്ട, ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ചക്കയുടെ ഇല കുമ്പിളപ്പം ഉണ്ടാക്കണമെങ്കിൽ വയണയില ഇല്ലാതെ എങ്ങനെയാണ്? ഉണക്കൊക്കെ അല്ലേ, കിട്ടിയതാണെങ്കിൽ തീരെ ചെറിയ ഇലയും. പിന്നെ ഞാൻ എന്താ ചെയ്തു, കുറച്ച് വാഴയിലയും കൂടെ കീറിയെടുത്തു. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ചെറിയ ഇല കൊണ്ട് നമുക്ക് കുമ്പിൾ കൂട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് വാഴയിലയും ഈ വയണയിലയും എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതാ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടേ. ഇനി അരച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴവും ശർക്കരയും കൂടെ ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. വെള്ളം കൂടിയിരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് ഇതിനകത്ത് അരിപ്പൊടി ഇടാനുള്ളതല്ലേ. ഇനി അരിപ്പൊടി മിക്സിയിലിട്ടിട്ട് കുറച്ച് ഏലക്കയും ചുക്കും ജീരകവും എല്ലാം അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുവേ. എന്നിട്ട് ചൂടോടെ തന്നെ ഈ കൂട്ടിലേക്കിട്ടിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണം. അരിപ്പൊടിയും കൂടെ വേകുന്ന കാരണം നമ്മൾ അട ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. കണ്ടോ, നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ടേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 2 നുള്ള് ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചുക്കുപൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അട തിന്നുമ്പോൾ നമുക്ക് ഈ ശർക്കര ഉള്ള പലഹാരങ്ങൾ കഴിക്കുമ്പോൾ ചിലർക്ക് നെഞ്ചെരിയും, അങ്ങനെ ഉണ്ടാകത്തില്ല. പിന്നെ കുറച്ച് ഫ്രഷ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. പിന്നെ എനിക്ക് ഇടയ്ക്ക് കടിക്കുന്ന ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. ഇനി എല്ലാം കൂടെ കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. ചൂടോടെ അരിപ്പൊടി ഇട്ട് ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ കുമ്പിളപ്പത്തിന് നല്ല മയം ഉണ്ടായിരിക്കുമേ. ഇനി ഞാൻ എങ്ങനെയാണ് ഇത് ഇലയിൽ പൊതിയുന്നതെന്ന് കാണിക്കാം. ഒരു വാഴയില എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ വയണയില ഒരെണ്ണം വെച്ചു. കണ്ടോ, ഇനി ഇതിനകത്തേക്ക് ഒരു ഉരുള മാവ് വെച്ചിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇതാ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ കുമ്പിൾ കൂട്ടി എടുക്കണം. എന്നിട്ട് ഒരു ഉരുള മാവ് വെച്ചിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇത് കണ്ടോ, അതുപോലെ എല്ലാം നമുക്കിതുപോലെ പൊതിഞ്ഞെടുക്കണം. വാഴയിലയ്ക്കകത്ത് വയണയില ഇരിക്കുന്ന കാരണം നമുക്ക് പുഴുങ്ങി വരുമ്പം വയണയിലയുടെ നല്ല സ്മെല്ലും കിട്ടും. കണ്ടോ, ഒരു കുക്കറിനകത്താണ് വേവിക്കുന്നത്. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും. കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു തട്ട് മുകളിൽ വെച്ചിട്ട് ഇതുപോലെ കുമ്പിളപ്പം എല്ലാം നമുക്ക് ഇതുപോലെ അടുക്കി വെക്കണം. എന്നിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്കിനും തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ തീ കുറച്ച് വെക്കണം. പിന്നെ പ്രഷർ പോയിട്ടേ എടുക്കാവുള്ളൂ. ചക്കയുടെ അല്ലെങ്കിൽ കുമ്പിളപ്പം നന്നായിട്ട് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ചക്കപ്പഴത്തിൻ്റെ സീസണല്ലേ, അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അത് തന്നെയല്ല, പിള്ളേർക്ക് കൊടുക്കാനും വളരെ ഹെൽത്തിയാണ് ഇതിന്. ഇപ്പോൾ അടുക്കളയിൽ എന്താ മണമെന്നറിയാമോ?